ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു മീറ്റപ്പ് ഉണ്ട്. ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചിട്ടാണ് കേട്ടോ, മഞ്ചേരി. ഞാനും താത്തയും പിന്നെ മക്കൾ 3 കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇവർ വീട്ടിലിരിക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഒരുമിച്ച് പോരുകയാണ്. അപ്പോൾ രാവിലെ 8 മണിക്കായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 9:30 ആകുമ്പോഴത്തേനും എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് 9:30 മഞ്ചേരിയിലെത്തണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 8:15 കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മളിവിടെ ഹിൽട്ടൺ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊപ്പം എടക്കരയിലുള്ള ഒരു യൂട്യൂബറും കൂടി ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് 2nd ഫ്ലോറിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ പാർട്ടി ഹാൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് എവിടെയാണെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ലിഫ്റ്റായിട്ടുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ വേഗം ലിഫ്റ്റ് കയറാതെ സ്റ്റെപ്പ് മക്കൾ തന്നെ പോയിട്ടോ. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അപ്പോഴത്തേന് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സൊക്കെ. നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ എത്തിയത് 10:15 കൂടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേന് ഏകദേശം എല്ലാ ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയറൊക്കെ കറക്റ്റ് ചെയ്തിട്ടിട്ട് നമ്മളവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ തരികയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അവിടെ പോയി ഇരിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ സാറിൻ്റെ അടുത്ത് പോയിട്ട് പേരൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ നമുക്ക് ബാഡ്ജൊക്കെ തരും കേട്ടോ. അതൊക്കെ കയ്യുമ്മ കെട്ടണം. പിന്നെ അതുപോലെ തന്നെ ലഞ്ചിനുള്ളതും അത് പിന്നെ ടീക്കുള്ളത് കാർഡും നമ്മുടെ കയ്യിൽ തന്നെ അപ്പോൾ തന്നെ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അവിടെ പോയിരുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിന് വരികയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള റൂൾസും കാര്യമൊക്കെ ഉണ്ടാവും. അത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടലും പിന്നെ അതുപോലെ തന്നെ വെൽക്കം ചെയ്യലും ഒക്കെയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കൊക്കെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് ബാക്കോട്ട് വലിക്കുന്ന ചില കാരണങ്ങളുണ്ടാവും. അതിന് പരിഹാരം കണ്ടെത്തണം. ആ പരിഹാരം കണ്ടെത്തിയിട്ട് അതിനെ നമ്മളൊരു ഭാഗത്തേക്ക് ആക്കി. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. അത് നമ്മൾ ചെയ്യുകയാണ്, നമ്മുടെ കടമകളൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഗ്രഹങ്ങളൊന്നും നേടുന്നു. നല്ലൊരു റവന്യൂ ഉണ്ടാക്കുക. അത് ഒരു രീതിയിൽ നിന്നല്ല, ഒന്നിൽ കൂടുതൽ റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ നിന്ന് വരികയാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ അതിൽ കുറച്ച് വന്നോട്ടെ, അതെന്നെ ഫോക്കസ് ആക്കി നിൽക്കുന്നത്. അതിൻ്റെ കൂടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂട്യൂബിലും കൊടുക്കുക, ഇൻസ്റ്റയിലും കൊടുക്കുക. അതിൻ്റെ കൂടെ ഇതൊന്നും ചെയ്യാം. രാവിലെ 2 കാര്യമായി ചെയ്യാൻ. അതിൻ്റെ കൂടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ കൂടെ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ മറ്റുള്ള ആളുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിൽക്കണ്ട. കാരണം അത് നിങ്ങൾക്ക് ഒരു സക്സസ് കിട്ടില്ല. ഓക്കെ, അപ്പം അതൊന്ന് എല്ലാവരും കോയിൽ ചെയ്യാം. പാസ് ചെയ്യണം. ശോഭിയ. ശോഭിയ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഫാത്തിമ, ഫാത്തിസ് ലൈഫ് ചാനലിൻ്റെ പേര്. പ്രത്യേകിച്ച് ഈ വർഷം ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ചെയ്യുന്ന പോലെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ പോയാൽ മതി. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ് ഉണ്ട്, പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതേപോലെ തന്നെ പോട്ടെ അത്ര ആഗ്രഹമുള്ളൂ. പിന്നെ എൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഓയിൽ, ഹാപ്പീസ് ഓയിൽ, അപ്പം അതിനൊക്കെ ഇതേപോലെ. അപ്പോൾ ഓരോരുത്തരായിട്ട് വെൽക്കം ചെയ്ത് എല്ലാവരെയും പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ഇനി ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിലുള്ള അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് പറയാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ താത്തയും വന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ഹെയർ ഓയിലിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവളും പറഞ്ഞ്. പിന്നെ ഓരോ പ്രോഗ്രാമിന് വരുമ്പോഴും പല പല മുഖങ്ങളാവും കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമാവും നമുക്ക് പരിചയമുള്ള ആൾക്കാർ, ബാക്കിയൊക്കെ പുതിയ പുതിയ ആൾക്കാരാവും. .com എന്ന് പറഞ്ഞിട്ട് വേറെ ചാനലുണ്ട്. സെക്കൻഡ് ചാനലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാനൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം
അപ്പോൾ 2024 അത് സാധ്യമാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ. അതിന് എല്ലാവരും പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് പോയാൽ മതി. ഇൻസ്റ്റയിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വൈറലാവും. ഒന്നുകൂടി വയറിലായ സന്തോഷം അത്രയും. ഒരു 100K. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ആദ്യം നമ്മൾ സംഭവം എന്താന്ന് പറഞ്ഞു എപ്പോ വന്ന് കേറാണ്. നേരെ വൈകിട്ട് പറയണി വരെ മാറാൻ പോയി കിട്ടിയിട്ടില്ല. അതിന് തരോ അതിന് കഴിഞ്ഞ വർഷം ഓരോ വർഷം കുറയണല്ലോ കൂടുതലെന്തോ. ഉള്ള ചാനലാണ്. പക്ഷെ ബിസിനസ് ഞാൻ കുറച്ചും കൂടി ഉയർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഗ്ലാസ് ഇനി ആരൊക്കെ പറയാതൊന്ന് കഴിഞ്ഞേ ആഗ്രഹം അച്ചീവോട്ടെ. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഫിദാസ് ബ്ലോഗ് എന്നാണ്. എനിക്ക് 2024 എൻ്റെ സബ്സ്ക്രൈബൊക്കെ കുറച്ചും കൂടി കൂടണം എന്നൊക്കെയാണ് ആഗ്രഹം. അത്രയുള്ളൂ. എടുക്കാൻ പറ്റും. അവനാൻ്റെ ഓരോ കഴിവില്ല. അവര് പറഞ്ഞ വഴി നമുക്കൊക്കെ കൊടുക്കാൻ കഴിയും. ഹലോ ഹായ്, ഞാൻ റുബീന. നാദിയന്റെ എല്ലാ ആഗ്രഹങ്ങളും 2024 എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, എല്ലാം അച്ചീവ് ചെയ്യും. ശരിക്കും നമ്മളെ പോലെ ഒന്നല്ല ആള് ലൈഫിൽ നല്ലൊരു സ്ട്രഗിളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിൽ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. ശരിക്കും ഇൻസ്പയർഡ് ആക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ. ശരിക്കും അന്നാണ് ബബിനെ പറ്റി ബബി ഇതാണ് നടന്നത്. പിന്നെ ഈ ഓടി നടന്നത് നമുക്ക് ചെറിയ ഗെയിംസ് ഒക്കെ നടത്തിയിരുന്നു. ആ ഗെയിംസിലുള്ള സാധനമൊക്കെ അവിടെ ഉള്ള ഷോപ്പിൽ നിന്ന് സ്പോൺസർഷിപ്പ് ആയിട്ട് ഓട്ടോയിൽ കയറി ഇവിടെ എത്തിച്ചത് ആളായിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും നമ്മൾ പഠിച്ചത്. ആളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു, ആളൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നില്ല. നമ്മൾ ആ ഹോള് കാണാൻ വേണ്ടി ജസ്റ്റ് അവിടെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യം ഇപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ കോളിംഗ് ആയിട്ടാണ് ഫുൾ ഡീലിംഗ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ബാക്കി ഫുള്ള് എത്ര പ്രാവശ്യം ഒന്നും നടന്നിട്ടുണ്ടാവും നമ്മളോട് പറഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. എങ്ങനെയായിരുന്നു എന്താണ് ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. അന്നത്തെ പ്രോഗ്രാമിന്റെ മാതിരി ഇന്നും നമുക്ക് ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ ഒരു പ്രോഗ്രാം ആദ്യം തന്നെ ബേബിക്കാൻ്റെ എല്ലാ കഴിഞ്ഞ ക്രിസ്മസിന്റെ പരിപാടിക്കാണ് ഞാൻ എല്ലാവരും കാണാൻ പറ്റിയതൊക്കെ. 2000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ആഗ്രഹവും സാധിക്കട്ടെ. പിന്നെ ചാനല് ഒരു 20,000 സബ്സ്ക്രൈബേഴ്സിലും ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഓൺലൈനിലൂടെ ബിസിനസ് നടത്താൻ ബിസിനസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ ബിസിനസ്? എൻ്റെ പേര് ഷിബില എന്നാണ്. ഞാൻ ഷീറ്റ് വേഡ്സിൽ വന്നിട്ട് A to Z കോഴ്സിൽ ചേർന്നിട്ട് ഒരു 2 മാസം ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ തുടങ്ങിയിട്ടും ആകുന്നുള്ളൂ. എനിക്ക് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു വീഡിയോക്ക് 16K വ്യൂസ് വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര ഒരു ത്രില്ലായി. ഇനി വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം പറയുന്നത്
എൻ്റെ ഉപ്പാവിനെ എനിക്ക് നല്ല പോലെ ഒന്ന് സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അതെന്തുകൊണ്ടല്ല, ചെറുപ്പം മുതൽ നമ്മൾ അത്രമാത്രം എല്ലാ പ്രതിസന്ധികളും എന്നെ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഉപ്പാക്ക് 6 ബ്ലോക്കിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഇതൊക്കെ എൻ്റെ മോളുടെ കാര്യം പറയാം. ഇവൾക്കിപ്പോൾ 7 വയസ്സാവുന്നുള്ളൂ. എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ആളിങ്ങനെ കാര്യമാക്കണ്ട, അത് ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാന്. മൈഷ മെഹറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ 2024 എന്നുള്ളത് 2 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബ് ത്രൂ മാത്രം റവന്യൂ ഉണ്ടാക്കണമെന്നില്ല. യൂട്യൂബിൽ റവന്യൂ ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ യൂട്യൂബിലൂടെ നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടാവും. സ്റ്റിച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഇവരെ ഡോക്ടറുടെ ക്ലിനിക്ക് നെക്സ്റ്റ് 2024. അപ്പോൾ ക്ലിനിക്ക് എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ സംഭവം. ഫേസ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതാണ്, കുക്കിംഗ് അല്ലേ, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ മാത്സിന്റെ വീഡിയോ ഇട്ടിരുന്നു മുമ്പ്, ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുത്തപ്പോൾ. അപ്പോൾ മാത്സ് മാത്രമായിരുന്നു എനിക്ക് മാർക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് മാറിയത്. അപ്പൊ ഞാൻ ആ മാത്സ് വീഡിയോ ഇട്ടത് കൊണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ കണക്കറിയുന്ന ആളുകൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡോക്ടറാണെന്നോ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ശീലരിച്ചുള്ള ആൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ ചാനൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ കുറിച്ചാണോ പറയുന്നതെങ്കിൽ അതിന് താഴെ നിങ്ങൾ ഫസ്റ്റ് വ്യൂസ് ഒന്നും വരില്ല. പക്ഷെ അത് കാണുന്ന ആളുകൾ നിങ്ങൾ ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്ക് ഇവിടെ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫേസ് വാല്യൂ മാത്രമല്ല ആ ക്ലിനിക്കിന്റെ വാല്യൂ കൂടും. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പൊ ഇന്നലെ മുതൽ ഉറങ്ങാതെ രാവിലെ 3 മണിക്ക് എണീച്ചിട്ട് ചായ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ കുട്ടികളെ മറ്റുള്ളവരാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കുട്ടികളോട് പറഞ്ഞ് ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കി നല്ല വീഡിയോ നമ്മൾ ഇട്ടുണ്ടാവും. ചിലപ്പോൾ 2-3 ദിവസത്തെ എഫേർട്ടായിരിക്കും. പക്ഷെ ഇത് ഫസ്റ്റ് 100 ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ 100 ആൾ സെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മളെ ഫാമിലിയിലെ മെമ്പേഴ്സിനാണ്. അവർക്ക് പോലീസ് കോൺസ്റ്റബിൾ ആവാനോ അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതാനോ താല്പര്യം ഉണ്ടാവില്ല. അവർ നേരെ കിട്ടിയിട്ട് നേരെ തിരിച്ചിട്ട് പോകും. അപ്പൊ എന്താവും, മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വൺ നൂർജഹാൻ, നൂറ റഷീദ് വേൾഡ്, ചേച്ചി ഇതിൽ എന്താ ഉള്ളത്? അടുത്തതായിട്ട് നിശാന്താനെ ക്ഷണിക്കുന്നു. അതെയോ പിടിക്കാം. റമീസ അപ്പൊ നമ്മുടെ ഫ്രണ്ടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ, മെൻഷൻ ചെയ്തിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ. ഞാൻ യൂട്യൂബിൽ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പറഞ്ഞാൽ മതി, മെൻഷൻ ചെയ്യാം. ഒരാള് അത് സെയിന്റിനില്ലേ പതുക്കെ കറങ്ങുള്ളൂ.
ഫോട്ടോസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നോക്കാം, സെൻഡിക്കോ. അങ്ങനെ 1 മണിയോട് കൂടിയിട്ട് നമ്മുടെ മൊമെൻ്റോ കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിനുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് മുകൾക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും സംസാരമൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ചിലവഴിച്ചു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ഫിയമോളും മിയമോളൊക്കെ ഭയങ്കര കച്ചറയായിരുന്നു കേട്ടോ. അവർ അവിടെ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ചെറിയ റീൽസും കാര്യമൊക്കെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. അതിന് ശേഷം നമുക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നവർ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഷീസ് ക്രിയേറ്റിന് വേണ്ടിയിട്ട് ഹിൽട്ടൺ ഹോട്ടലിൻ്റെ വക നമുക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കേക്ക് ആയിരുന്നു. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ. അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു ഇത്. കേക്ക് കിട്ടി, കേക്ക് നമ്മൾ കഴിക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചോക്ലേറ്റ് കേക്ക്? സൂപ്പർ. കേക്കൊക്കെ കഴിച്ചതിന് ശേഷം കോഫിയും അതുപോലെ തന്നെ സമൂസയും കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടോ. പിന്നെ കുറച്ച് DJ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അതിലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളൊരു 4:30 കൂടിയിട്ട് തിരിച്ചു പോന്നു കേട്ടോ. 4:30 ഒക്കെ ആയിട്ടുണ്ട് അളിയാക്ക എത്തിയപ്പം. അപ്പോൾ അളിയാക്കിന് കേട്ടോ നമ്മളെ കൊണ്ടുവരാൻ വന്നത്. അപ്പം എന്തെല്ലാം 2023 അടിപൊളി പ്രോഗ്രാമായിരുന്നു ഷീസ് ക്രിയേറ്റിൻ്റെ. നല്ലവണ്ണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.